എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സാരികളും ഡ്രസ്സുകളൊക്കെ നമുക്ക് കാണാം, എൻഗേജ്മെൻറ്റിൻ്റെയും ഒക്കെ ഡ്രസ്സുകൾ നമുക്ക് കാണാം. അപ്പം ഞാൻ എന്തെങ്കിലും സാരി ഉടുക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സാരി ഉടുക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരിയാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരി. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് കളറ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വെയിറ്റ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഉടുക്കാൻ അത്ര കംഫർട്ടബിളായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഇത് കണ്ടോ, അവിടെയൊക്കെ ഹെവി ആയിട്ടുള്ള വർക്കുകളാണ് വരുന്നത്. ഓക്കെ, കണ്ടോ, ഇതാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ സാരിയാണ് കേട്ടോ. അത് കാണുന്നില്ലേ? ഓക്കെ, ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണിത്. എന്നാലും ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കളറ്. പക്ഷെ ഇത് സാരി പിൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് അങ്ങനെ ഉടുക്കാതെ പക്ഷെ നമുക്കത് ആർക്കും കൊടുക്കാൻ തോന്നൂലല്ലോ. അപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തെങ്കിലും എനിക്ക് ഉടുക്കാൻ തോന്നുകയാണെങ്കിൽ ഉടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ സാരി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ്, ഉണ്ടോ? നോക്കിയേ, എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ കാണാന്? രസമുണ്ടോ എൻ്റെ എൻഗേജ്മെന്റിന്റെ സാരി? ബ്ലൗസ് വന്നിട്ട് ഇതാണ്. പക്ഷെ ഇതൊന്നും ഇപ്പൊ എനിക്ക് കൊള്ളൂല. ഈ ബ്ലൗസ് ഒന്നും ഞാൻ തടിച്ച കാരണം പണ്ട് ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്കിപ്പോ കൊള്ളൂല കേട്ടോ. അതാണ് സത്യാവസ്ഥ. അപ്പൊ ഇത് അങ്ങനെ തന്നെ വെച്ചേക്കാണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് സൈസൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടെ വെക്കാം. കാണിക്കാൻ പോകുന്നത് എൻ്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ ഇട്ടൊരു ലെഹങ്കയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഇതാണ് ആ ലെഹങ്ക. ഇത് ഏകദേശം ഒരു 3000 ഒക്കെ ആയിട്ടുണ്ടാവും അന്ന്. ഇത് 3000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അന്ന് ഞാൻ ഇട്ടതാണ്, പിന്നെ ഞാനിത് ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇതിന്റെ ബ്ലൗസ് ഇറക്കത്തില് ഇങ്ങനെ ഉള്ളതാണ്. കണ്ടോ, ഇത് ഫുള്ള് വർക്കാണ്. ഇതിന്റെ കളറ് കണ്ടിട്ടാണ് ഞാനിത് എടുത്തത്. ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അന്ന് ഇട്ടപ്പോൾ നല്ല കളറൊക്കെ ആയിട്ട് നല്ല ഇതുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എൻ്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാനിട്ട ഡ്രസ്സ് കേട്ടാ. പിന്നെ അതിന്റെ പാവാടയാണിത്. കണ്ടോ, കാണുന്നുണ്ടോ? ഭംഗിയില്ലേ? ഇതാണ് കേട്ടോ. ഇതാണ് നമ്മള് കല്യാണത്തിന്റെ തലേ ദിവസം ഇട്ട ഡ്രസ്സ്. ഇതിന്റെ ഷാള് വന്നിട്ട് ലെഹങ്കേന്റെ ഷാളാണ് ഇട്ടത്. അപ്പോ ഇതാണ് ആ ലെഹങ്കേന്റെ ഷാള്. കണ്ടോ, ഇത് കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ ഫുള്ള് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് കണ്ടോ, ഇതാണ് അതിൻ്റെ ഷാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ഈ ഷാളും ഇതിന്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അന്ന്. ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ കല്യാണത്തിന്റെ വിരുന്നിന് ഇട്ട സാരിയാണ്. അപ്പൊ കല്യാണത്തിന്റെ അന്ന് വിരുന്നിന് ഞാൻ ഉപയോഗിച്ച സാരിയാണ്. അപ്പോൾ ഇതാണ് ആ സാരി. അപ്പൊ ഇതിന്റെ സെയിം കളറാണ് പ്രസാദിന്റെ ഷർട്ട് കേട്ടോ. ഇത് ഓറഞ്ച് കളറ് സാരിക്ക് ഓറഞ്ച് കളറ് ഷർട്ട് അങ്ങനെ മാച്ച് ചെയ്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ 4ാം കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ ഉടുക്കൂലേ, അതാണ് കേട്ടോ. അത് എന്താന്ന് വെച്ചാല് ഇത് ഭയങ്കര നമുക്ക് ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. പിന്നെ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി. ഈ സാരി ഞാൻ എൻ്റെ ചേച്ചിക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് ഉടുക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇതാണ് എൻ്റെ 4ാം കല്യാണത്തിൻ്റെ സാരി. ഇനി ഞാൻ വിരുന്നിന് പോകൂലേ, കല്യാണം കഴിഞ്ഞ് തലേ ദിവസം വിരുന്നിന് പോയപ്പോൾ എടുത്ത സാരിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വിരുന്നിന് പോയപ്പോൾ എടുത്തിരുന്ന സാരി കേട്ടോ. ഇത് ഫുള്ള് ഈ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ, നമുക്ക് നല്ലൊരു കളറ് തോന്നിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ ഉറപ്പായിട്ട് ഉടുക്കും, സാരി ഉടുക്കാൻ പഠിച്ച് ഉറപ്പായിട്ട് ഉടുക്കും എന്ന് വിചാരിച്ച് ഫസ്റ്റ് ഉടുക്കും എന്ന് വിചാരിക്കുന്ന സാരി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിരുന്നിന് പോകൂലേ, അപ്പം അന്ന് ഉടുത്ത സാരിയാണിത്. ഏകദേശം കല്യാണ സാരി ഇതൊക്കെ ഏകദേശം ഒരുപോലെ തോന്നിക്കും കേട്ടോ. മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ എടുത്ത സാരിയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ്. അപ്പം ഞാനിത് പ്രസാദിനോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഫേവററ്റ് കളർ പിങ്കാണ്, അപ്പോൾ ആ കളറ് വാങ്ങിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ കളർ തന്നെ എനിക്ക് കല്യാണത്തിന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. നമ്മളിങ്ങനെ പറയൂലേ, വെറുതെ പറയൂലേ, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കല്യാണത്തിന് പിങ്ക് സാരിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാരിയാണ്. അപ്പോൾ നമുക്കത് കാണാം. ഇതാണ് നമ്മുടെ കല്യാണത്തിന് ഞാൻ എടുത്ത സാരി കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായൊരു സാരിയാണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ല സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ സാരി ഇഷ്ടപ്പെട്ടു. പറയുകയാണെങ്കിൽ എൻഗേജ്മെന്റിന് കിട്ടിയ സാരിനെക്കാട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇതായിരുന്നു കേട്ടോ. കണ്ടില്ല, നല്ല വർക്കൊക്കെ വരുന്നുണ്ട്, ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല നമുക്ക് ഉടുക്കാനായിട്ട് നല്ലതാണ്. പിന്നെ അധികം വെയിറ്റ് വരുന്നില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉടുക്കാൻ നല്ല സുഖമാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ സാരികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ കല്യാണ സാരി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നും വരുന്നില്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ്. പിന്നെ മുന്താണിക്ക് മാത്രമാണ് ആ വർക്ക് വരുന്നത് കേട്ടോ. ഇതാണത്. പിന്നെ അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. അതിൻ്റെ ബ്ലൗസാണ്, കണ്ടോ, ഭംഗിയില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത് അതിൻ്റെ ബ്ലൗസാണ്. പിന്നെ നേരെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ്, അത് ബാക്കിലാണ് കേട്ടോ ആ വർക്ക്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ വന്നിട്ട് അതിൻ്റെ പാവാടയാണ് കേട്ടോ. ഇത് ഞാൻ ഈ കല്യാണത്തിൻ്റെ അന്ന് വെച്ചതാണ്, പിന്നെ ഞാനിത് എടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. ഉണ്ടോ, ഇതതിൻ്റെ പാവാട. പിന്നെ ഇതാ നീല സാരീൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ലാത്ത കണ്ടോ, ഇങ്ങനെ നീല സാരീൻ്റെ ഇതാണ്. ഇനി നമ്മൾ ലാസ്റ്റ് കാണാൻ പോകുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് നിൽക്കാൻ പോകില്ലേ, ഒരാഴ്ച 2 ദിവസം 4 ദിവസമൊക്കെ നിൽക്കാൻ പോകില്ലേ, അപ്പോൾ അങ്ങനെ നിൽക്കാൻ പോകുമ്പോൾ ഞാൻ എടുത്ത സാരിയാണ് കേട്ടോ. അപ്പം അത് വന്നിട്ട് പച്ച കളർ സാരി കണ്ട, ഇതാണ് കേട്ടോ ആ സാരി. അതിൻ്റെ ബോർഡർ ഇതാ, നല്ലൊരു പച്ച സാരിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ചുരിദാറാണ് എടുത്തത്, പിന്നെ പോയി മാറ്റിയിട്ട് സാരി തന്നെ ആക്കി. എല്ലാവരും പറഞ്ഞു സാരിയാണ് ആദ്യം പോകുമ്പോൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ സാരി എടുത്തു. അധികം വിലയൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വിരുന്ന് പോയപ്പോൾ എടുത്ത സാരി. ഇത് വന്നിട്ട് അതിൻ്റെ ബ്ലൗസ് കണ്ടോ, പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, ഒരു സ്വർണ്ണ കളറാണ് കേട്ടോ അത്.
വീഡിയോയിൽ എങ്ങനെ കാണുന്നെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ കുറച്ച് ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്വർണ്ണ കളർ. അപ്പൊ ഇത്രയും ഡ്രസ്സുകളാണ് എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാരി ആയത് കാരണമാണ് ഞാനത് പിന്നെ ഉപയോഗിക്കാതിരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചത്. ഇനി സാരി ഉടുക്കാൻ പഠിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.